ഹലോ, നിങ്ങളിപ്പോൾ ഇവിടെ ജർമ്മനിയിലുള്ളവരാണോ അതോ ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കുന്നവരാണോ? നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? റേഡിയോ ടാക്സിൽ ഈ ഒക്ടോബർ മുതൽ വന്ന ചേഞ്ചസ് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അപ്പൊ ജർമ്മനിയിലെ പല ടാക്സുകളിൽ ഒന്നാണ് റേഡിയോ ടാക്സ്. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ റേഡിയോ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും റേഡിയോ ടാക്സ് അഥവാ ബ്രോഡ്കാസ്റ്റിംഗ് ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 18 രൂപ 36 സെന്റാണ് നമ്മൾ ഓരോ മാസവും അടച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ 3 മാസം കൂടുമ്പോൾ, ചിലർ 6 മാസം കൂടുമ്പോൾ റേഡിയോ ടാക്സ് അടയ്ക്കാറുണ്ട്. പക്ഷെ സ്റ്റുഡൻസിനും ഇതൊക്കെ ബാധകമായിരുന്നു. ഈ ഒക്ടോബർ മുതൽ വന്ന നിയമം അനുസരിച്ച് സ്റ്റുഡൻസിന് ഇനി മുതൽ റേഡിയോ ടാക്സ് അടയ്ക്കേണ്ട. ഹാപ്പി അല്ലേ? ബെസ്റ്റ്. പകുതി കേട്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാ. എന്നത് എല്ലാവർക്കും ഇല്ല, സന്തോഷിക്കാൻ വരട്ടെ. ബാഫോഗ് ലഭിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഈ റേഡിയോ ടാക്സിൽ നിന്നുള്ള കിഴിവ്. ഇനി നിങ്ങൾ ഈ ബാഫോഗ് ലഭിക്കുന്ന സ്റ്റുഡൻസിന്റെ കൂടെയാണോ താമസിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഒരു റേഡിയോ ടാക്സ് ആണ് അടയ്ക്കുന്നത്. സോ അവരുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അടയ്ക്കേണ്ട കാര്യമില്ല. കോൾ അടിച്ചല്ലോ. തീർന്നില്ല. എന്തെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് വാങ്ങിക്കുന്നവരാണോ നിങ്ങൾ? അഥവാ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരാണോ നിങ്ങൾ? അതല്ല, മൈഗ്രേറ്റ് ചെയ്തു വന്ന് അസൈലം ബെനിഫിറ്റ്സ് കിട്ടുന്നവരാണോ നിങ്ങൾ? ഇവർക്കൊന്നും തന്നെ ഇനി മുതൽ, അതായത് ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം അനുസരിച്ച് റേഡിയോ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അല്ല, അപ്പോൾ നമുക്കൊരു ഡൗട്ട് ബാക്കിയില്ലേ, എന്താണ് ഈ ബാഫോഗ്? ആർക്കാണ് ഈ ബാഫോഗ് ലഭിക്കുന്നത്? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.